അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയാൻ, ആയ കാലത്ത് അവനവനെ കൊണ്ട് കഴിയുന്നിടത്തൊക്കെ പോകണം. ഭാര്യ ഭർത്താവിനൊന്ന് വൈത്തുൽ മുഖദ്ദസ് പോകണം, ഭാര്യ ഭർത്താവിനൊന്ന് തുർക്കിക്ക് പോകണം. ആ പൈസ ഉണ്ടെങ്കിൽ മോക്ക് 2 പവന്റെ സ്വർണം മേടിക്കാനോ എന്ന് വിചാരിച്ചിരുന്നാൽ അത് നഷ്ടമാണ് നമുക്ക്. കാരണം പുതിയ ലോകത്ത് മക്കൾക്ക് അത്ര വലിയ കടപ്പാടുകളൊന്നുമില്ല. പുതിയ ലോകത്തെ മക്കളോട് കടപ്പാട് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാകണമെന്നില്ല. ആ ഒരു തലമുറയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ മിക്കവാറും പെൺകുട്ടികളോട് നമ്മൾ ചോദിക്കുക, കല്യാണം വേണ്ട, എന്റെ ഒരു ജോലി കിട്ടിയിട്ട് മതി. അതെന്റെ മോളെ, എനിക്കൊരു തന്നെ കീഴിൽ പോയി നിൽക്കാൻ മതി, ജോലി കിട്ടിയിട്ട് മതി കല്യാണം. എന്തുകൊണ്ട്? എനിക്കൊരു തന്നെ കീഴിൽ നിൽക്കാൻ പറ്റില്ല. എല്ലാവരും സ്വയം പര്യാപ്തതയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയത്താണ്, ഒരു കാലത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കളെ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ആദർശപരമായി വെളിയിൽ നിൽക്കുമ്പോഴും യാ അബീ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ എന്ന് വിളിച്ച പാരമ്പര്യമാണ് ഇബ്രാഹിം നബിയുടേത്. അങ്ങനെ വിളിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവര് നമ്മളോട് എത്രമേൽ നമ്മളെ ദുഃഖിപ്പിച്ചാലും ശരി, മിക്കവാറും പ്രശ്നത്തിന്റെ പേരിലാണ്. വാപ്പാന്റെ സ്വന്തരിക്കുന്നില്ല, ഉമ്മാന്റെ സ്വന്തരിക്കുന്നില്ല. എടാ, ഉമ്മാന്റെ വാപ്പാടെ സ്വത്ത് അവര് ജീവിച്ചിരിക്കുമ്പോ ചോദിക്കാനോ അതിന് അർഹത നമുക്കില്ല. ഉണ്ടോ? ജീവിച്ചിരിക്കുമ്പോ അനന്തരാവകാശം വരുന്നത് അവര് മരിച്ചതിന് ശേഷമാണ്. അവര് ജീവിച്ചിരിക്കുമ്പോ അവരധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തത്ത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. മക്കളുടെ വേർതിരിവ് കാണിക്കരുത് എന്നത് പിതാവിന്റെ മാതാവിന്റെ ബാധ്യത. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ സമ്പത്തിന്റെ പേരിൽ അവരോട് തിരിച്ചു നിൽക്കാൻ നമുക്ക് അനുവദനീയമല്ല. എന്ന് മാത്രമല്ല, അവര് നമ്മളോട് എത്രമേൽ ദുഃഖിപ്പിച്ചാലും ശരി, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബി, എനിക്കൊരു വലിയ അതീവ ഗൗരവതരമായൊരു പരാതി പറയാറുണ്ട്. എന്താണെന്ന് ചോദിക്കവേ, ഞാൻ എന്റെ മാതാവിനിക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഉമ്മയാ. ഞാൻ അവർക്ക് ചെയ്യേണ്ട കടമകളൊക്കെ അവരെ ചെയ്തിരുന്നുണ്ടെങ്കിലും അവരെല്ലാതെ വല്ലാതെ എന്നെ ദുഃഖിപ്പിക്കുന്നു നബിയെ. എന്നെ വല്ലാതെ ചീത്ത പറയുകയും മാനസികമായി ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്റെ ഉമ്മ. എന്റെ ഉമ്മാക്ക് ഞാൻ ചെയ്യാവുന്നതിന്റെ പരമാവധി കടമകൾ ചെയ്യുന്നുണ്ട് യാ റസൂലല്ലാഹ്. അതുകൊണ്ട് എനിക്ക് തിരിച്ചിട്ട് എന്നെ ദുഃഖിപ്പിക്കുന്ന ഉമ്മയോട് ഇനി ഞാൻ കടമ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കവേ, ഹബീബായ നബി തങ്ങളുടെ മറുപടി, സാബിയില്ല. ആ ഉമ്മ നിന്റെ ശരീരം ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിച്ചെടുത്താലും ശരി, ആ ഉമ്മയോട് തിരിച്ചു പരിഹാരം ചെയ്യാൻ അല്ലാഹു അനുവാദം നൽകിയിട്ടില്ലെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലേറെ കടമപ്പെട്ട മാതാപിതാക്കളോട് മനോഹരമായി പെരുമാറുക എന്നത് ഇബ്രാഹിമി മില്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളോട് മനോഹരമായി പുറംപെരുമാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്ന സുബ്ഹ മുർദിഅൻ ലി അബവൈഹി, ആരെങ്കിലും ഒരു ദിവസം രാവിലെ ഒരു മകൻ എഴുന്നേൽക്കുമ്പോ ആ എഴുന്നേൽക്കുന്ന നേരത്തെ അവന്റെ മനസ്സിലെ ചിന്ത, അന്ന സുബ്ഹ മുർദിഅൻ ലി അബവൈഹി, എന്റെ മാതാപിതാക്കളോട് ഇന്ന് നല്ല രീതിയിൽ പെരുമാറണമെന്ന ചിന്തയോടെ ഏതെങ്കിലും ഒരു മകൻ എഴുന്നേറ്റാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിലേക്കുള്ള വാതിലെന്ന് തുറന്നു കൊടുക്കുമെന്ന്. ആരെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോ മാതാപിതാക്കളോട് ദേഷ്യത്തോടെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അന്നവന് നരകത്തിലേക്കുള്ള വാതിലാണ് തുറക്കപ്പെടുകയെന്ന് ലോകത്തോട് മാതാപിതാക്കളോടുള്ള കടമ പഠിപ്പിച്ചു തന്ന അതേ പണ്ടാടുവരയിലൂടെ നടന്നു പോകുമ്പോ അബവ എന്ന സ്ഥലത്തപ്പവേ ഹബീബായ നബി ഞങ്ങളെ കണ്ടില്ല. പോയി നോക്കുമ്പോ മരുഭൂമിയുടെ ഒരു മണൽ കുമ്പാരത്തിന്റെ മുകളില് ഹബീബായ നബി തങ്ങളെ കണ്ണിലൂടെ കണ്ണുനീരൊഴുക്കുകയായിരുന്നു. യാ റസൂലല്ലാഹ്,